അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്. നമ്മളൊരു പാക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ. അർഷാക്ക് ചെറുതായിട്ടൊന്ന് ഖത്തർ പോയി വരികയാണ്. ഖത്തറിലല്ല, ജിദ്ദയിൽ പോയി വരികയാണ്. ആദ്യം ഖത്തർ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ജിദ്ദയിൽ പോകുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ആള് ചെറുതായിട്ടൊന്ന് വിദേശത്തോട്ട് പോയി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു പാക്കിങ്ങിലാണ്. അപ്പോൾ അർഷാക്ക് ടൈലർ ഫിറ്റ് ആയിട്ടുള്ളൊരു ഷർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ നോക്കാൻ കേട്ടോ. വാങ്ങിക്കൊടുത്തിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് ഫിറ്റാണ്. നമ്മൾ നൈറ്റാണ് പാക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കളെയും ഉറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചെറുക്കൻ ഉറങ്ങണില്ല. അപ്പോൾ പിന്നെ ഓൻ ഉറങ്ങാൻ വേണ്ടി കാത്തുനിന്നാലേ നമ്മളെ പാക്കിംഗ് പരിപാടി ഒന്നും നടക്കില്ല. അതൊരു ഭൂതമാണ്, അത് ഉറങ്ങുന്നില്ല. എന്തായാലും ഓൻ അർഷാക്കൊരു ഷൂസൊക്കെ ഇട്ട് ട്രൈ നോക്കുന്നുണ്ട് കേട്ടോ. ഓന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പിച്ച് നാളെ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓനക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ ഒരു ഇത്. പക്ഷേ എനിക്ക് നല്ല കീറയൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദിവസത്തിനാണ് പോണതെങ്കിലും ചെറുതായിട്ടൊക്കെ കീറ വരാമല്ലോ. എന്തായാലും ഞാൻ ഓരോന്ന് മടക്കി എടുത്ത് വെക്കാണ് കേട്ടോ. കുറച്ച് ദിവസത്തിനാണ് പോണത്, അതുകൊണ്ട് ഒരുപാടൊന്നും പാക്ക് ചെയ്യാനില്ല. പക്ഷേ എന്നാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മറക്കാണ്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ മറന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സും പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളും പിന്നെ കൊണ്ടുപോകാനുള്ള ചെറിയൊരു ലഗേജ് ഉണ്ട്, അതും ഒക്കെ സെറ്റ് ചെയ്യാണ്. ഞാൻ ഐസ് ഉറങ്ങാൻ വേണ്ടി കാത്തുനിന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓനുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി ലഗേജ്. അതിലൊക്കെ അച്ചാറാണ് എന്തൊക്കെയാണ് എനിക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആരോ കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെയാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് കൊടുത്തേക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് കൊടുത്തേക്കും. അതൊരു യൂഷ്വലായിട്ടുള്ള പ്രോസസ്സാണ്. എന്തായാലും എല്ലാം അടുക്കി പെറുക്കി വെച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അർഷാക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു ലഗേജും. അപ്പം പെട്ടെന്ന് സ്കെച്ചും എന്താ പറയുക ഇതൊന്നും കിട്ടിയില്ല എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് ഡാർക്കായിട്ട് ഞാൻ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ അർഷാക്ക് ഇതേപോലത്തെ പോക്ക് കുറച്ചായിട്ട് അപ്പം പോയി വരുന്നു. 3-4 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. അവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ അറിയാലോ അർഷാക്ക് വടംവലി ബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളവിടെ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ വടംവലി മത്സരം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾ പോണത്. അവിടെ ഞാൻ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പുറത്തും എഴുതിയിട്ടോ. എനിക്ക് റങ്കായി അത്. ആ രാത്രി ഇന്ന് ഇങ്ങനെ എഴുതി. ഏതായാലും ഉറക്കമൊക്കെ പോയി. അപ്പോൾ പിന്നെ എല്ലായിടത്തും എഴുതാമെന്ന് എഴുതി. ഇതിൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഞാനൊരു പേന എടുത്തിറങ്ങിയിട്ടുണ്ട്. ഓനാണെങ്കിൽ അതിൽ ABCD റായും തായും കായൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടാളും നല്ല ഉറക്കാണ് കേട്ടോ. ഹൈസും സയാനും നല്ല ഉറക്കിയിരുന്നു. പിന്നെ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ രാവിലെ 3:30 ആയപ്പോഴത്തേക്കിനും എഴുന്നേറ്റു കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. അർഷാക്കിന് 4:30 ഇറങ്ങണം. അപ്പോഴേക്കിന് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ രാത്രി ശരിക്കും ഉറക്കം റെഡി ആയില്ല. മനസ്സിൽ ഫുള്ള് ടൈം തെറ്റോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഫോണിൽ അലാറൊക്കെ വെച്ച് എണീറ്റ് അർഷാക്കിന് പോകുമ്പോഴേക്കിന് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. കുളിക്കാൻ ചൂടുവെള്ളം, കഴിക്കാൻ ചൂടുവെള്ളം, പിന്നെ നൂൽപുട്ട്, എഗ് റോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തു. നോഷക്കാക്കയാണ് അർഷാക്കുവിനെ നമ്മുടെ വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ വരെ ആക്കി കൊടുക്കുന്നത്. അവിടെ നിന്ന് അർഷാക്ക് ബസ്സിൽ എയർപോർട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആളുടെ പോക്കും വരവും വളരെ സിമ്പിളാണ്. അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടൊന്നല്ല ആളതിനെ കാണുന്നത്. എന്തായാലും ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പോകാൻ നേരത്തേക്ക് ഐസും സയാനീസും ഒക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4:30 ആയപ്പോഴത്തേനും അർഷാക്കും ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനും ഐസും കൂടെ ഒരു മൽപ്പെടുത്തായിരുന്നു കേട്ടോ. പിന്നെ അവൻ ഉറങ്ങിയില്ല. പിന്നെ സയാന് മദ്രസക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോകും. 6 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ഒരു 5:45 ആകുമ്പോൾ പോകും. അങ്ങനെ അവൻ പോയി കഴിഞ്ഞിട്ട് ഞാനും ഐസും കൂടെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഞാൻ ഉറക്കത്തിൽപ്പെട്ടിടോ. പിന്നെ എണീറ്റില്ല. അപ്പം ഇന്ന് സ്കൂളുണ്ട് എന്നുള്ളതൊക്കെ മറന്നിട്ട് അലാക്കിൽ ഉറങ്ങിക്കരുത്. നേരെ വഴിക്ക് എണീറ്റിട്ട് പെട്ടെന്ന് മക്കൾക്കുള്ളതൊക്കെ സെറ്റ് ചെയ്തു. അർഷാക്കില്ലാത്തതുകൊണ്ടൊരു ടെൻഷൻ കേട്ടോ. സാധാരണ അർഷാക്കാണ് സയാനി ഇസുവിനെയൊക്കെ ബാത്റൂമിൽ അടിച്ച് കയറ്റി കുളിപ്പിച്ചിറക്കാറ്. ഇന്നിപ്പോൾ ആളില്ല. ഇന്ന് നല്ല ഇനി കുറച്ച് ദിവസത്തിന് ആളുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഐസൊക്കെ കരച്ചിലെടുത്തിയാൽ പിന്നെ നിർത്തൂല കേട്ടോ. ഞാനല്ലേ ഉരുളങ്കിഴങ്ങ് ഫ്രൈ ആണെന്ന് കൊടുത്തേക്കുന്നത്. അതാണെങ്കിൽ ചൂടാറിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത്. ഇന്ന് മൺഡേ ആയിരുന്നു. അതിപ്പോൾ പാലുണ്ട്. അപ്പോൾ അതിന് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വേറൊരു കുപ്പിയാണ്. സയാനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കേട്ടിരുത്താം. എന്നാൽ ഇസുവിനെ തന്നെ അത്ര പ്രശ്നമല്ല. ഒരു ദിവസം ഇസുവിന് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഇസുവിൻ്റെ കുപ്പി കൊണ്ടായിട്ട് ഇസുവിൻ്റെ കുപ്പീൻ്റെ അടപ്പൊക്കെ പൊട്ടിച്ചു വന്നു. അതിന് ഇസു ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇന്നലെ എഴുതാത്ത ഡയറി ഇന്ന് രാവിലെയാണ് കേട്ടോ എഴുതുന്നത്. ഞായറാഴ്ചക്കത്തെ ഡയറിയാണ് എഴുതുന്നത്. അതിൽ ഞാൻ സ്കൂളിൽ പോയി അവിടെ എന്തൊക്കെയാണ് സ്കൂളത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ സൺഡേ അവിടെ സ്കൂള്, അപ്പോൾ ഈ അങ്ങനത്തെ ഡയറിയിൽ എഴുതുന്നുണ്ട്. അത് മാറ്റി എഴുതുകയാണ് ഇപ്പോൾ ആള്. ഇന്നാണെങ്കിൽ എല്ലാ മക്കളും സൺഡേ കഴിഞ്ഞിട്ടുള്ളൊരു മൺഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് വന്നിക്കാം കേട്ടോ. കുട്ടികളെ സൗണ്ട് പുറത്ത് കേട്ടാൽ ഈ കുട്ടി മനുഷ്യണ്ടല്ലോ
പിന്നെ ഇതിൻ്റെ ഉള്ളിലിരിക്കുമല്ലോ, ഓനക്ക് ഇങ്ങനെ പോകണം. ഓനക്ക് പറ്റുന്നിടത്തോളം എല്ലായിടത്തും കൂടി നുഴഞ്ഞെത്തും കേട്ടോ. പിന്നെ എന്തെങ്കിലും കണ്ണ് കിട്ടിയാൽ പെറുക്കി തിന്നുകയും ചെയ്യും. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഓനെ നോക്കണേ. ഇന്നിപ്പം ഷീനു അമ്മിയൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ മുടിയൊക്കെ കിട്ടണത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓരോടെ കെട്ടട്ടെ അല്ലേ. സയാനാണെങ്കിൽ ഇന്ന് ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അർഷാക്ക് പോയതുകൊണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റക്കാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ കാക്കാരുപ്പിമ്മയൊക്കെ ഉണ്ട്. എന്നാലും ഉമ്മി അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി ഇപ്പോൾ ഒരു ദിവസമാണ് ഇട്ടുണ്ടാവുള്ളൂ, പിറ്റേ ദിവസം പോവും. അപ്പോൾ ഇന്ന് ഉച്ചക്ക് സ്പെഷ്യലായിട്ട് ബീഫാണ്, പിന്നെ സാധാ ചോറും കറിയൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞാനത് കാണിച്ചില്ല. പിന്നെ തിരക്കായതുകൊണ്ടില്ലേ ഞാൻ വിചാരിച്ച പോലെ കൊണ്ട് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ബീഫൊക്കെ സെറ്റ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇസൊരു 3 മണി ആയപ്പോഴത്തേക്കിനും വന്നു. ഇസുവിനെയും കൂട്ടിയിട്ട് ഷാഹി ഇല്ലേ മോളെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. ഓളെ സ്കൂൾ വണ്ടിയൊന്നും ഇതിനെ പോകില്ല. അപ്പോൾ ഓളെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ താത്താർ ഓരോ കുട്ടികളൊക്കെ വരുമ്പോഴത്തേനും പല കളറിൽ പല കോലത്തിലുള്ള കൊടകളൊക്കെ പെറുക്കിയിട്ട് ഓരോക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മക്കൾ സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റഡ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പം മാങ്ങയും പഴമാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളിയുള്ള എന്തെങ്കിലും ഇടണമായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതാണ് മക്കൾക്ക് വന്നപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ കൊടുത്തത്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഒരു ഹാപ്പിയായി. ലിയമോൾ ഉള്ളതുകൊണ്ട് തന്നെ എന്ന് ഹോംവർക്കിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയാത്ത ഇതൊന്നും ഇപ്പോൾ ബുക്കൊക്കെ തുറന്നു വെച്ചിരുന്ന് ഹോംവർക്ക് എഴുതുന്ന തിരക്കിലാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഒന്നും എഴുതണ്ടേ എന്നാണ് പറയുക. അങ്ങനെ മക്കളൊക്കെ ഓരോരോ ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ ഞാൻ കപ്പ മീൻസ് പൂളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി. നല്ല ചെളിയായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തു. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല പൂളക്കിഴങ്ങായിരുന്നു, നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പൂളക്കിഴങ്ങ് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷായിക്ക് ഇതിങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓളുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ നോക്കുന്നത്. ബിഗ് ബോസ് ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഓളുടെ ഇഷ്ടം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ചട്ടിയൊക്കെ വെച്ച് ചൂടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും അത് കത്തിച്ചു. പിന്നെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ എടുത്ത് ഇതിലോട്ട് തട്ടാട്ടോ. എനിക്ക് എൻ്റെ ഉപ്പാക്കും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ എരിവുള്ള ചമ്മന്തി പൂളക്കിഴങ്ങും തിന്നാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗർഭിണിയുടെ ആഗ്രഹമല്ലേ, അപ്പോൾ അത് നടക്കട്ടെ എന്ന് കരുതി. എന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ മക്കൾക്കില്ലേ എന്ത് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ബൈക്കൂട്ടും. അങ്ങനത്തെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു രാത്രിയായപ്പോൾ ഞാൻ ഹൈസൂണിനുള്ള ഫുഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കുറച്ച് പരിപ്പും ഒരു പിടി റേഷനരി, പിന്നെ മഞ്ഞൾ, ഉപ്പ്, ചെറിയ ജീരകം കുറേശ്ശെ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ഉരുളക്കിഴങ്ങ്, പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ചോറിൽ ഉപ്പേരിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ചെക്കപ്പം തുപ്പി കളിക്കുകയാണ്. തുപ്പും എനിക്കിഷ്ടമല്ല. സോ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കുള്ള ഫുഡ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ച് വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ നേരത്തില്ലേ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് അതിൽ സംഭവം സെറ്റ്. അപ്പോൾ ഞാൻ ഇത്രയാണ് കേട്ടോ നെയ്യ് എടുത്തിട്ടുള്ളത്. ഒരുപാട് നെയ്യിൻ്റെ ചോയാകുമ്പോൾ ചിലപ്പോൾ കഴിക്കൂല. എന്തായാലും ഇതാളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഞാൻ ഐസൂനുള്ള ഫുഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഹുസ്നു നീനു ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാനത് മറക്കും. എന്തായാലും ആൾക്ക് വലിയൊരു ഹായ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.